ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മൾ കൂടുതൽ ഡ്രിങ്കൊക്കെയാണ് കുടിക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ചെറുപഴവും പാലൊക്കെ വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാം. ഇപ്പം നമ്മളിവിടെ എടുക്കുന്നത് ചെറുപഴമാണ് കേട്ടോ, പാളയംതോടൻ പഴമാണ് എടുക്കുന്നത്. ഞാലിപ്പൂവനോ റോബസ്റ്റ് പഴമൊക്കെ എടുക്കാം. ഈ ഒരു വലുപ്പമുള്ള 2 പഴം മാത്രമേ 1/2 ലിറ്റർ പാലിലേക്ക് എടുക്കുന്നുള്ളൂ. പഴം ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പഴം, അതായത് ഈ ഒരു സൈസിലുള്ള 2 ചെറിയ പഴം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കാഷ്യൂം ബദാമൊക്കെയാണ്. അപ്പോൾ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ബാക്കിയുള്ള പാൽ മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. നല്ല തണവുള്ള പാൽ ആണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ളതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് നട്ട്സോ ഫ്രൂട്ട്സോ അങ്ങനെയുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാതളമാണ്. അപ്പോൾ ഇത് ഈ ഒരു പഴവും പാലും കൂടി അടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുറേയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് അളവിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 1/2 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചിട്ടൊന്നുമില്ല, വെറുതെ പച്ചയ്ക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ആപ്പിള് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ആപ്പിളിൻ്റെ പകുതി ആപ്പിളേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കസ്കസാണ്. അപ്പോൾ കസ്കസ് ഒരു 5 മിനിറ്റ് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുള്ളതാണ്. കസ്കസ് അല്ലാന്നുണ്ടെങ്കിൽ ചിയാ സീഡ്സ് ആയാലും മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട്. കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്താണ്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.